നമസ്കാരം കൂട്ടുകാരെ, വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ റെസിപ്പി കണ്ടു നോക്കൂ. ഇതിനായിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. ഇതിലേക്ക് അധികം പഴുത്തു പോകാത്ത ഒരു ഏത്തപ്പഴം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് ഒരു 7 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അധികം പഴുത്തതായി പോകരുത്. പഴുത്തതായാൽ ഇതങ്ങ് കുഴഞ്ഞു പോവും. ഇനി ഇത് വഴന്നു വന്നു. ഇതിലേക്ക് ഒരു 5 ചുമന്ന ഉള്ളി ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർക്കുക. 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ വഴറ്റിയെടുക്കുക. ഇതിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ മുളക് പൊടി ചേർക്കുമ്പോഴാണ് നല്ലൊരു കളറിലേക്ക് വരും. വീണ്ടും ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ പച്ചമണം, ആ പൊടികൾ ചേർത്തതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വേവിക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളമാണ്. ഞാൻ ഒരു ഏത്തപ്പഴമാണ് ഇതിന് എടുത്തിരിക്കുന്നത്. ഇതിന് ഞാൻ ചേർത്തിരിക്കുന്നത് 1/2 കപ്പ് വെള്ളമാണ്. 1/2 കപ്പ് വെള്ളത്തിൽ ഒരു ഏത്തപ്പഴം ആവശ്യത്തിന് വെന്തു വരും. വീണ്ടും ഒന്ന് ഇളക്കുക. വെള്ളത്തിൻ്റെ അളവ് ഏത് തരത്തിലുള്ള ഏത്തയ്ക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിനെ ആശ്രയിച്ചിരിക്കും. ഒരു 7-8 മിനിറ്റും കൊണ്ട് ഇത് വെന്ത് വരും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇവിടെ ഇത് വെന്തിട്ടുണ്ട്. ഇനി അരയ്ക്കാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് 1 കപ്പ് തേങ്ങ ആണ്. 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച്, വളരെ കുറച്ച് വെള്ളമേ ഒഴിക്കാവുള്ളൂ. നന്നായിട്ടൊരു കട്ടിയിലുള്ള തിക്ക് പേസ്റ്റാണ് നമുക്കിവിടെ വേണ്ടത്. ഇവിടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1/4 കപ്പിൽ താഴെ വെള്ളമാണ്. ഇവിടെ നല്ല നെയ്യ് പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഈ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം വേവിച്ചതിലേക്ക് ചേർത്ത് കൊടുക്കാം. തീ ഏറ്റവും സിമ്മിലേക്കാക്കുക. ഇങ്ങനത്തെ തേങ്ങാ കറികൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരിക്കലും കറി തിളയ്ക്കാനായിട്ട് ഇടയാകരുത്. തുടരെ എല്ലാം മിക്സ് ആകുന്നത് വരെ ലോ ഹീറ്റിൽ വെച്ച് നല്ലതായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ചോറിന് കൂട്ടാനായിട്ട് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു രുചിയേറിയ കേരള സൈഡ് ഡിഷാണിത്. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പുളിശ്ശേരിയുടെ നല്ല രുചി ഇതിലേക്ക് വരും. കൂടാതെ 1/2 കപ്പ് നല്ല കട്ടിയുള്ള തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ഇതിന് വേണ്ടത്. ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കാം. തൈര് ചേർക്കുന്നതിന് മുമ്പായിട്ട് മൺചട്ടിയാണെങ്കിൽ കംപ്ലീറ്റ് തീ ഓഫ് ചെയ്യുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ട് പൊട്ടി വരണം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവ ആണ്. ഇതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ടരിഞ്ഞതും ആവശ്യത്തിന് കറിവേപ്പിലയും 2 ഉണക്ക മുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ താളിപ്പ്. പിന്നെ ഈ ഉണക്കമുളക് ഇട്ടതിന് ശേഷം 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ഒരു നല്ല കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ താളിപ്പ് ഇതിലേക്ക് ചേർക്കുക. ചേർത്തതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് മൂടി അടച്ചു വെക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ചോറിന് കൂട്ടാനായിട്ട് പുരാതനമായിട്ട് പഴയ തലമുറക്കാർ വെക്കുന്ന ഒരു രുചിയേറിയ ഒരു കറിയാണ്.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളുടെ അരികിലേക്ക് വരുന്നതായിരിക്കും. താങ്ക് യു.